പീഡകളിലൂടെ മഹത്വത്തിലേക്ക്. ക്രിസ്തു തൻ്റെ ജെറുസലേം യാത്രയുടെ അന്ത്യപാദത്തിലാണ്. തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ പൂർണ്ണമാകുന്ന കാലമാണിതെന്ന് അവനറിയുന്നു. കൂടെ നടന്ന് തൻ്റെ നെഞ്ചിലിടം നേടിയ തൻ്റെ ശിഷ്യരോട് അവൻ പറയുന്നുണ്ട് തനിക്ക് വരാനിരിക്കുന്നവ. പക്ഷേ അവയൊന്നും തന്നെ അവർക്ക് ഗ്രഹിക്കാനായില്ല എന്നതാണ് സത്യം. ദ മീനിങ് വാസ് ഹിഡൻ ഫ്രം ദം എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അർത്ഥമൊക്കെ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അവൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടപ്പോൾ തങ്ങളോട് പറയപ്പെട്ടവയെല്ലാം അവർ ഗ്രഹിച്ചു എന്നും ലിഖിതങ്ങൾ സാക്ഷിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ 2 തരത്തിലുള്ളവയാണ്. ഒന്നാമത്തേത് അവൻ്റെ മഹത്വമുദിക്കുന്ന നാളിലേക്കുള്ളവയാണ്. രണ്ടാമത്തേതാകട്ടെ അവൻ്റെ പീഡകളെക്കുറിച്ചും അവമതികളെക്കുറിച്ചും. വൈരുദ്ധ്യങ്ങളുടെ ഈ പ്രവചനങ്ങളൊന്നും ഗ്രഹിക്കാത്ത ഈ ശിഷ്യഗണത്തിന് അവൻ പറഞ്ഞവ എങ്ങനെ മനസ്സിലാകാനാണ്? വചനങ്ങളുടെ പൊരുളഴിയുക ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിലാണ്. കേൾക്കുന്നില്ലേ സംശയിക്കുന്ന തോമ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കുന്നത്? മഗ്ദലേനക്കാരി മറിയം തൻ്റെ ഹൃദയഹാരിയായ അനുഭവത്തിന് ശേഷം ആ പാദത്തിലർപ്പിക്കുവാൻ സുഗന്ധക്കൂട്ടുമായി പിന്നാലെ നടക്കുന്നത് കാണുന്നില്ലേ? അപ്പം മുറിച്ചു നൽകുമ്പോൾ കണ്ണു തുറക്കപ്പെട്ട ശിഷ്യരെ കാണുന്നില്ലേ? അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് ലൂക്ക 24 പറയുന്നു. ജനനവും നീയെ മരണവും നീയെ എന്ന് പാടിയതുപോലെ അടയ്ക്കുന്നതും തുറക്കുന്നതുമെല്ലാം ഒരുവൻ തന്നെ. ക്രിസ്തുവിനെ കാണാൻ നീ ആശിക്കുന്നുവോ? വചനം നിനക്ക് ഗ്രഹിക്കണമെന്നുണ്ടോ? ദൈവനേരത്തിനായി കാത്തിരിക്കാം. അവൻ നിന്റെ മിഴികളെ പ്രകാശിപ്പിക്കുന്ന നേരം വരുന്നു. നിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന സമയം വരുന്നു. ദൈവിക രഹസ്യങ്ങൾ ഒന്നും നീ അറിയേണ്ടതില്ല. ജെറുസലേമിലേക്കുള്ള പാതയിൽ അവൻ്റെ ഒപ്പമായിരുന്നാൽ മതി. നിന്റെ സാന്നിധ്യമാണ് അവൻ്റെ ശക്തി. ചിലരുടെ ജെറുസലേം യാത്രയിൽ, നിയോഗങ്ങളിലേക്കുള്ള പാതയിൽ, വിധിയുടെ വഴിത്താരയിൽ ഒപ്പമായിരിക്കാനാകും നമ്മുടെ വിളി. ദസ്തയേവസ്കിയുടെ ഭ്രമനിമിഷങ്ങളെ ചേർത്ത് പിടിക്കാനെത്തിയ അന്നയെപ്പോലെ, ഖലീൽ ജിബ്രാന്റെ എഴുത്തിനെ അകലെയിരുന്ന് അനുയാത്ര ചെയ്ത സഖി മെയ്ദാസിനെ പോലെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ തണലാവുക. നോമ്പുകാലം അനുയാത്രയുടെ കാലമാക്കാം. നിന്റെ മഹത്വത്തിലേക്കുള്ള യാത്രയിലും എന്നെ പങ്കുകാരനാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. തവ മുഖദർശനം മമ സുകൃതം വിഭോ. തവ മുഖദർശനം മമ സുകൃതം വിഭോ. തവ മുഖദർശനം മമ സുകൃതം വിഭോ. ശോഭനം മോഹനം തവ തിരുപാദം പ്രഭോ. ശോഭനം മോഹനം തവ തിരുപാദം പ്രഭോ. ശോഭനം മോഹനം തവ തിരുപാദം പ്രഭോ. ശോഭനം മോഹനം തവ തിരുപാദം പ്രഭോ.
स्वमुखदर्शनं मम सुकृतं विभो।